ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേരളത്തിൽ വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ടുള്ള ഒരു യുവ നടിയായിരുന്നല്ലോ നമ്മുടെ റെനി എന്ന് പറയുന്ന ഒരു സാധനം അല്ലേ. അപ്പോൾ ഈ യുവ നടിയായതുകൊണ്ട് ഞാൻ ഈ സാധനത്തിനെ കുറിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ, ഇവൾ ഏത് സിനിമയിലാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സീരിയലോ അല്ലെങ്കിൽ ഇനി വല്ല ആൽബത്തിലോ ഒക്കെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഞാൻ ഗൂഗിളിനകത്ത് കയറിയിട്ട് റിനി യുവ നടിയെന്ന് അടിച്ചപ്പോഴത്തേക്ക് ഗൂഗിൾ പച്ച തെറിയാണ് വിളിച്ചത്. കാരണം ഇതുപോലൊരു സാധനത്തിന് ഗൂഗിളിന് പോലും അറിയത്തില്ലെന്നുള്ള. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഒരു യുവ പ്രതിഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഈ റെനി പൊട്ടിച്ചിട്ടുള്ള ബോംബ് പിന്നീട് നമ്മൾ കണ്ടത് പല ആൾക്കാരും ഇതിൻ്റെ പിന്നിൽ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ നടത്തി. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ഈ ഒരു യുവ പ്രതിഭയെ നശിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള ചില വേട്ടാവളിയൻ നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. അത് വേണേൽ പേരെടുത്ത് പറയാൻ നമുക്ക് മടിയൊന്നുമില്ല. അതിപ്പം പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, സുധാകരൻ, അങ്ങനെ ഇങ്ങനെ കുറേ ആളുകൾ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ടിലൂടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചില കൂതറ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ശാപമാണ്. ഇതുപോലുള്ള വേട്ടാവളിയന്മാരെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളഞ്ഞിട്ട് പുതിയ പുതിയ പിള്ളേരെ കോൺഗ്രസിനകത്തോട്ട് ചേർത്താലുണ്ടല്ലോ ഈ രാജ്യത്തിൻ്റെ ഡെവലപ്പ് തന്നെ മാറിപ്പോകും. കാരണം ഇപ്പം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജി ഇന്ത്യ മൊത്തത്തിൽ വിറ്റു തൊലച്ചു. ഇയാൾ ഒരാൾ വിൽക്കാനും രണ്ടുപേര് വാങ്ങിക്കാനും അവരെല്ലാം വാങ്ങിച്ചു കൂട്ടി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ ആകെ വിൽക്കാനുള്ളത് നമ്മളെ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അവർ വിറ്റ് തൊലച്ചിട്ടുണ്ട്. അപ്പം ഈ രാജ്യത്ത് ഈ പറയുന്ന സംഘപരിവാർ പ്രസ്ഥാനം ഏതാണ്ട് 10-15 വർഷമായിട്ട് ഇവർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. രാജ്യത്തിന് എന്ത് സംഭാവന നൽകി? ഇവർ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്തു? അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവരെന്ത് ചെയ്തു? ഒരു പുല്ലും ചെയ്തിട്ട് ഒരു 3000 കോടിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിപ്പോൾ കാക്കയും പരുന്തും ഒക്കെ കയറി തൂറിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രങ്ങൾ മാറ്റിക്കൊണ്ട് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഷൂ നക്കി ജീവിച്ച സവർക്കറിന്റെ പാരമ്പര്യമുള്ള ഈ വൃത്തികെട്ട ഊളകൾ ഇവന്മാരിന്ന് ഇവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ മാങ്കൂട്ടത്ത് രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില ക്ഷുദ്രജീവികളെ പലരും ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ സരിത കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുകില് നമുക്കറിയാലോ അല്ലേ. പെണ്ണ് ഉരുമ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, മൊത്തത്തിൽ നശിച്ചോളും. എന്തായാലും ഇപ്പൊ ഈ യുവ നടിയുടെ ലീലാവിലാസങ്ങൾ എന്താണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയണ്ടേ. ഇപ്പൊ ഇവളെല്ലാവരും അറിയും. ഇപ്പൊ ഗൂഗിളിനോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്ക് അറിയാം കേട്ടോ, ഇവളിപ്പോൾ നല്ല രീതിയിൽ ഫേമസ് ആകുന്നുണ്ട് എന്ന് ഗൂഗിൾ ഇപ്പോൾ പറഞ്ഞു തരും. ഇതിനു മുമ്പ് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇവള് പാതി തുണിയിലാണ് ഇപ്പം എല്ലാത്തിലും വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സാധനത്തിനെ രാഹുൽ മാങ്കൂട്ടത്ത് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഒരു സ്ഥലത്ത് പോലും ഇതുവരെ ഇവളൊരു വാ തുറന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും ശീതൾ എന്ന് പറയുന്ന ഒരു സഹോദരി, ഇവർ അത്യാവശ്യം കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ്. ഇവർ പറയുന്നത് എന്താണെന്നും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ റെനി എന്ന് പറയുന്ന ഈ യുവ നടിയുടെ ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണണം. കാണാതെ പോകരുത് കേട്ടോ. കണ്ടോ? രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മൊത്തത്തിൽ ഒരു ബോംബ് മയമാണ് അല്ലെ. ചിലരുടെ കയ്യിൽ പൊട്ടാത്ത ബോംബുകൾ ഉണ്ടെന്ന് പറയുന്നു, ചിലർ ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറയുന്നു, ചിലർ നിർവീര്യമാക്കപ്പെട്ട ബോംബുകളുമായി തങ്ങളുടെ കൈവശം വലിയ എന്തോ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു, മറ്റു ചിലർ ബോംബ് ഉണ്ടാക്കിയെടുക്കാനുള്ള തിരക്കിലാണ്. അങ്ങനെ മൊത്തത്തിൽ ഒരു ബോംബ് മയം. എന്നാൽ ഈ ബോംബ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ച വ്യക്തി, അത് ഉദ്ഘാടിച്ച വ്യക്തി അപ്പോഴും ഇപ്പോഴും കൂളാണ്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരികയാണ്. എത്ര ഒരു നിഷ്കളങ്കമായിട്ടുള്ള മറുപടിയാണത്. വല്ലതും അറിഞ്ഞോ അല്ലേ? ഈ നടി തന്നെയാണോ ഈ ബോംബ് ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചത്? അതോ നമുക്ക് തെറ്റിപ്പോയതാണോ? ഇവിടെ ഇവർ ആരോപണം ഉന്നയിച്ച യുവ നേതാവ് ഇന്ന് ഈ സമയം വരെ, അതായത് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 28-ാം തീയതിയാണ്, ഓഗസ്റ്റ് മാസം. ഈ സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പേര് ഈ നടിയുടെ വായിൽ നിന്ന് വന്നിട്ടേയില്ല. മറ്റുള്ളവരുടെയൊക്കെ കാര്യം, മറ്റുള്ള സംഭവങ്ങളും വിടുക, ഇവരുടെ വായിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇപ്പൊ ചോദിച്ച ചോദ്യം, റിപ്പോർട്ടർ ചോദിച്ചത്, ഇപ്പൊ ഇതുവരെ കാര്യങ്ങൾ എത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്, സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന്. അപ്പോൾ സ്ത്രീകളുടെ സംരക്ഷണത്തിനായി ഒരു സ്ത്രീകളും ഇത്തരത്തിൽ ശല്യവും ചൂഷണവും അനുഭവിക്കരുത് എന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങിയ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ, ഉണ്ടാകണമല്ലോ. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ്. ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇപ്പൊ ഒരു ഓണത്തിന്റെയൊക്കെ സമയമായി വരികയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. ഇപ്പൊ ഓണത്തിന്റെ സമയമല്ലേ, അതുകൊണ്ട് ചെണ്ടുമല്ലിക്ക് കിലോ എത്ര രൂപയാണ്? പിന്നെ വീട്ടിൽ കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ പ്ലാസ്റ്റിക് കയറാണോ ചക്കരക്കയറാണോ ഉപയോഗിച്ചിരിക്കുന്നത്? സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളല്ലേ ഈ സമയത്ത് ചോദിക്കാനുള്ളത്.
ഒന്നാമത്തെ കാര്യം, ഇവരുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ചിത്രം ഒരു സിനിമാ നടി എന്നതല്ല. ആ രീതിയിലല്ല ഇവരെ നമ്മൾ ആരും അറിഞ്ഞത്. ഒരു വലിയ സംഭവത്തിന് തുടക്കം കുറിച്ച ആളാണ്. അത് നല്ലതാണ്, ശരി. ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പല ബന്ധങ്ങളിലും വലിയ ട്വിസ്റ്റുകൾ പോലും ഉണ്ടാക്കിയ ഒരു സംഭവമായി പോയി എൻ്റെ ഇതിലുള്ള നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റാണ്, അതിനോടൊപ്പം ഇവരും തെറ്റുകാരാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അത് കുഴപ്പമില്ല. എൻ്റെ നിലപാടുകൾക്ക് ഒരു തരത്തിലും മാറ്റം വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും അത് മാറുകയുമില്ല. കാരണം ഇവരിപ്പോൾ ഇത്രയും നിഷ്കളങ്കമായി പറഞ്ഞല്ലോ, ഈ സമയത്ത് ഇതൊക്കെയാണോ ചോദിക്കേണ്ടത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. ഇപ്പോഴും ബോൾഡായിട്ട് കൃത്യമായിട്ട് പറയാനുള്ള കാര്യം, അല്ലെ കേസ് എടുത്തു എന്ന് പറയുന്നു, വളരെ നല്ല കാര്യം. ഇത്തരത്തിൽ കേസ് എടുക്കണം, അതിന് തക്ക ശിക്ഷ അനുഭവിക്കണം, അല്ലെങ്കിൽ പഠിക്കണം, ഇങ്ങനെ ചെയ്തുകൂടാ എന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്, അതിനുവേണ്ടിയാണ് ഞാൻ തുടക്കം കുറിച്ചതെന്ന് ഇപ്പോഴും അവർക്ക് പറയാൻ കഴിയുന്നില്ല. അവർ കുഴഞ്ഞു കുഴഞ്ഞു നിന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. സിംഹം പെൺകുഞ്ഞാറാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? കമന്റുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പൊ നിങ്ങൾ കരുതും അവരുടെ പ്രകൃതം അതായിരിക്കും. ഇപ്പോ എന്നോട് വ്യക്തിപരമായ അടുപ്പമുള്ളവർ എന്നോട് ചോദിച്ചത്, ശീതളിന്റെ അത്രയും ധൈര്യം മറ്റുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടായിരിക്കണം എന്ന് ശീതൾ നിർബന്ധം പിടിക്കരുത്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന, ഇരകളാകുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ വളരെ ലേറ്റ് ആയിട്ട് അത് പുറത്തു പറഞ്ഞാൽ പോലും അവരോട് വളരെ എമ്പതറ്റിക് ആയിട്ടുള്ള ഒരു സമീപനമാണ് ശീതളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അപ്പൊ എന്റെ ഈ നിലപാടിൽ ഞെട്ടിത്തരിച്ച ആളുകൾ പോലും ഉണ്ട്, എന്നോട് വ്യക്തിപരമായി അടുപ്പമുള്ളവർ. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവർ അത്രയും നിഷ്കളങ്കയോ അത്രയും സംസാരിക്കാൻ കഴിവില്ലാത്തവരോ ഒന്നുമല്ല. സ്ത്രീകൾക്ക് വേണ്ടി പോരാടാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ ജനപ്രതിനിധികളായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എല്ലാത്തിനും ഉപരി പൊളിറ്റിക്സിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും പൊളിറ്റിക്സിൽ വരണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീയാണ്. സമൂഹത്തിനെ സേവിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഇന്റർവ്യൂവിൽ. ഫാമിലിയിൽ നിന്ന് കിട്ടിയെന്നുള്ള രീതിയിലല്ല, ഞാൻ എൻ്റെതായിട്ട് തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയതാണ്. അത് എനിക്ക് വളരെ ഇഷ്ടമാണ് ബേസിക്കലി പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ കാര്യങ്ങൾ ചിന്തിക്കാനും. തന്റെ അച്ഛൻ ഒരു രാഷ്ട്രീയക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ തന്റെ രാഷ്ട്രീയ ബന്ധങ്ങളൊന്നും അച്ഛനിലൂടെ ഉണ്ടായതല്ല, താൻ ഉണ്ടാക്കിയെടുത്ത കണക്ഷൻസ് ആണെന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പൊളിറ്റിക്സിനെ കുറിച്ച് അവർ കാര്യമായി ചിന്തിക്കാറുണ്ട്. അപ്പോൾ എന്താണ് രാഷ്ട്രീയം എന്നോ എന്താണ് പറയേണ്ടതെന്നോ അറിയാത്ത ആളല്ല, അതിനുള്ള കഴിവില്ലാത്ത ആളല്ല ഇവർ. എന്നിട്ടും ഇത്രയും സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കുന്നു. ഭരണ പ്രതിപക്ഷ പോര് അങ്ങ് വിടാം, പക്ഷെ അവർ തുടങ്ങി വെച്ചത് നിസാര കാര്യമല്ല, അത് അവർക്കും അറിയാം. അപ്പൊ അതിൽ നിർണായകമായിട്ടുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പോലും അതിനോട് കൃത്യമായിട്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു ലെവലിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, ഞാൻ അതിനകത്തൊന്നും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇത് കേട്ടവരും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയവരും ഒക്കെ ആരായി? ഞാനിതിനെക്കുറിച്ച് പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ രാഹുൽ എന്നുള്ള പേര് മാധ്യമപ്രവർത്തകർ പറയുമ്പോൾ പോലും ഈ സ്ത്രീ അത് റിപ്പീറ്റ് ചെയ്യുന്ന പോലും ഇല്ല. പേര് അവരുടെ വായിന്ന് വന്നിട്ടേ ഇല്ല. നിങ്ങളോട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ബൈറ്റിൽ, ഏതെങ്കിലും ഒരു വീഡിയോയിൽ, എത്ര ചാനലുകൾക്ക് ഇവർ ഇന്റർവ്യൂകൾ കൊടുത്തു, ബൈറ്റ് കൊടുത്തു, ഒരിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള പേര് ഇവരുടെ വായിൽ നിന്ന് വന്നെങ്കിൽ അഭിമാനത്തോടു കൂടി ഇവരെ ഞാൻ പിന്തുണച്ചേനെ. അപ്പോൾ ശീതൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഈ യുവ നടിക്കെതിരെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വലിയൊരു ബോംബ് പൊട്ടിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ എല്ലാം കാണിച്ചുകൊണ്ട് ഇവരിങ്ങനെ നടക്കുക. എന്നിട്ട് ഇവർ എല്ലാ ചാനലിനും അങ്ങോട്ട് റിവ്യൂ കൊടുക്കും. ഇപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് ഓണത്തിൻ്റെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അതവിടെ നിൽക്കട്ടെ. കാരണം ഞാൻ ഫേമസ് ആകേണ്ടടുത്തൊക്കെ ഞാനിപ്പോൾ ഫേമസ് ആയി. ആ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറഞ്ഞൊരു യുവ പ്രതിഭ വേണ്ടി വന്നു ഈ പറയുന്ന സാധനത്തിന് 10 ആള് തിരിച്ചറിയാനായിട്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന യുവ രാഷ്ട്രീയ നേതാവിനെ പാലക്കാട്ടത്തെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് തെളിവുകൾ, ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് അല്ലേ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരാളെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആള് എത്തരത്തിലുള്ള ആളാണ് എന്ന് മിനിമം ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു ദുർബലനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം അയാളെ നശിപ്പിക്കാൻ പറ്റും. കാരണം അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാക്കന്മാരടക്കം ഈ പറയുന്ന ആളെ നശിപ്പിക്കാൻ വേണ്ടി ഇവർക്കൊക്കെ കൂട്ടുനിന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ വളർന്നു വരുന്ന ഒരു യുവ തലമുറ ഉണ്ടല്ലോ, അവരിത് വേണ്ട രീതിയിൽ വീക്ഷിക്കുന്നുണ്ട്. അവരതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഒന്നൊന്നായിട്ട് പൊളിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഒരു സാധനത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വ്യക്തമായിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക. ബൈ.